ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾ ഇത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇന്നത്തെ സന്തോഷങ്ങൾ എന്ന്. ഇന്ന് നിങ്ങളിലേക്ക് വരാൻ പോകുന്ന സന്തോഷങ്ങൾ എന്തൊക്കെയാണ്? നമുക്കിവിടെ വന്നിരിക്കുന്നത്, ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് 3 ഓഫ് കപ്സിന്റെ എനർജിയാണ്. 3 ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഒത്തിരി സന്തോഷത്തിൻ്റെതായ എനർജിയാണ്. അത് കഴിഞ്ഞ് നമുക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു. ഒന്നുകിൽ ഏതെങ്കിലും തരത്തിലുള്ള ഫംഗ്ഷനിൽ നിങ്ങൾക്ക് പങ്കെടുക്കാൻ സാധിക്കുന്നു. ഇനി അതുപോലെ തന്നെ ഏതെങ്കിലും മാരേജ് ഫംഗ്ഷൻ ആവാം, അതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വ്യക്തികൾ വന്നു ചേരാൻ ചില സാഹചര്യങ്ങൾ, ചില സന്ദർഭങ്ങൾ, ഒത്തിരി നിങ്ങൾക്ക് സന്തോഷം ഉളവാക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും കോഴ്സിന് അഡ്മിഷൻ കിട്ടാം, ആഗ്രഹിച്ചിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ അത് നോക്കിയിരിക്കുന്നവർക്ക് ചിലപ്പോൾ ചില ജോലി ലഭിക്കാം, ജോലിയിൽ പ്രൊമോഷൻ ലഭിക്കാം, ചിലപ്പോൾ വീട് വാങ്ങിക്കാനുള്ള അവസരം ഉണ്ടാവാം, ചിലപ്പോൾ ഏതെങ്കിലും നെഗറ്റിവിറ്റിയിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് സന്തോഷം അനുഭവിക്കാനുള്ള എനർജിയാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അതുവഴി നിങ്ങളിലേക്ക് സാമ്പത്തികം വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കിങ് ഓഫ് കോയിൻസ് ആണ്. പെന്റക്കിൾ എർത്ത് സൈൻ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജി. ഈ ഒരു പെന്റക്കിളിന്റെ എനർജി എന്ന് പറയുന്നത് നിങ്ങളെ സാമ്പത്തികപരമായി കുറച്ചുകൂടി ഉയർച്ചയിലേക്ക് നയിക്കുന്ന എനർജിയാണ്. അപ്പൊ ഇതിവിടെ ചിലപ്പോൾ ചില ചെറിയ ലോട്ടറികളാവാം, അതുപോലെ നിങ്ങൾ കാത്തിരുന്ന ചില സാമ്പത്തിക മാർഗങ്ങളാവാം, അതുമല്ല എങ്കിൽ ചിലപ്പോൾ ശമ്പളമൊക്കെ ജോലി ചെയ്തതിന്റെ ഒന്നിച്ച് ലഭിക്കാനുള്ള എനർജിയും ആവാം. എവിടെയായാലും എങ്ങനെയായാലും ചിലപ്പോൾ ചെറിയ ചില ചിട്ടികൾ ഉണ്ടാവുമല്ലോ, അങ്ങല്ലെങ്കിൽ ലോണൊക്കെ സാങ്ഷനായി കിട്ടത്തില്ല എന്ന് വിചാരിച്ചിരുന്ന ചില കാര്യങ്ങൾ, ഇതൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ്. അതുവഴി നിങ്ങൾക്ക് കുറെ സന്തോഷത്തിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു സാമ്പത്തികം നിങ്ങളെ ഒത്തിരി സന്തോഷത്തിലേക്ക് നയിക്കും. ഇവിടെയും മറ്റു പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇന്ന് സന്തോഷിക്കാനുള്ള അവസരം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. സെവൻ ഓഫ് വാൺസിന്റെ എനർജിയാണ്. പ്രശ്നങ്ങളുണ്ട്, കണ്ടില്ലേ, കുറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഈ കുറെ കാര്യങ്ങൾ സൈഡിൽ നമുക്ക് മുന്നോട്ട് അല്ലെങ്കിൽ പിന്നോട്ട് ഒത്തിരി കാര്യങ്ങളുണ്ട്. പക്ഷെ അതിന് നടുവിൽ നിന്നുകൊണ്ട് പ്രതിരോധിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. രണ്ട് വശങ്ങളിലൂടെയും നിങ്ങൾക്ക് പിന്നിൽ നിന്നും മുന്നിൽ നിന്നും ഒക്കെ നിങ്ങൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. നിങ്ങൾക്ക് മറികടക്കാൻ പറ്റാത്തതായ ചില കാര്യങ്ങളുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ ഈ ഒരു സമയത്ത് ബുദ്ധിപൂർവം അതിനെ പ്രതിരോധിക്കുന്നു എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ബുദ്ധിപൂർവ്വം നിങ്ങൾ അതിനെ തടയിടാൻ ശ്രമിക്കുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രശ്നങ്ങൾ കുറച്ചൊന്ന് ഒതുങ്ങിക്കിട്ടും എന്ന് മനസ്സിന് കുറച്ചൊക്കെ ആശ്വാസം കൊണ്ടുവരാൻ സാധിക്കുന്നു. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് നിങ്ങൾക്ക് സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുന്നു. അതുമല്ല എങ്കിൽ നിങ്ങൾക്ക് അതിനെ മറികടക്കാൻ സാധിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നീങ്ങുന്നു, അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾക്ക് ഇവിടെ നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണുന്നത്. ദൈവികമായ ഒരു എനർജിയിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ കണക്റ്റ് ആവാൻ സാധിക്കുന്നുണ്ടാവണം. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് ഇവിടെയും പല പ്രശ്നങ്ങളെയും പ്രതിരോധിക്കാൻ കഴിയുന്ന ചില സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാവാം, അതുമല്ലെങ്കിൽ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങൾ ഉണ്ടാവാം, നിങ്ങൾ ഉൾപ്പെടുന്ന സൊസൈറ്റിയിൽ ഉണ്ടാവാം. എങ്ങനെയായാലും നിങ്ങൾ കുറച്ച് പ്രശ്നങ്ങൾക്ക് നടുവിലാണെന്നാണ് ഇവിടെ കാണുന്നത്. അവിടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇപ്പോഴതിനെയൊക്കെ നിങ്ങൾക്ക് മറികടക്കാൻ സാധിക്കുന്ന എനർജിയാണ് വന്നിരിക്കുന്നത്. ഇവിടെ എംപ്രസിന്റെ എനർജിയാണ്. കണ്ടില്ലേ, നിങ്ങൾക്ക് നല്ലൊരു ഉയർച്ച വരുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അല്ലെങ്കിൽ ഈ ഒരു അവസരത്തിൽ, ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾക്ക് നല്ല ഒരു ഉയർച്ചയിലേക്ക് പോകാൻ സാധിക്കുന്നു. കാരണം പ്രോസ്പെറിറ്റി, അബണ്ടൻസ് ഒക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് എന്നാണ് കാണുന്നത്. നമ്പർ 3 ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ഒരുപാട് ബ്ലെസ്സിങ്സ് വരാൻ പോകുന്നുണ്ട്. ദൈവികമായ അനുഗ്രഹം നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്.
അപ്പൊ ഈ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് കണ്ടില്ലേ, നിങ്ങൾക്ക് ഒത്തിരി ഒത്തിരി പ്രാപഞ്ചിക സത്യത്തെക്കുറിച്ച് അറിയാനുള്ള കഴിവുണ്ടാകുന്നു. അതുപോലെ ഡിവൈനുമായിട്ട് കണക്ട് ആവാൻ സാധിക്കുന്നു. നിങ്ങളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുന്ന എനർജിയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു. ഒരുപാട് അറിവുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നു. ഈ ഒരു സമയത്ത് ഒരു മഹാറാണിയെ പോലെ മറ്റുള്ളവർ നിങ്ങളെ കരുതുന്ന എനർജിയാണ്. ഇവിടെ നിങ്ങൾക്ക് ഹെൽത്തിലായാലും വെൽത്തിലായാലും കുറെ ഉയർച്ചയിലേക്ക് നീങ്ങാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഒരുപാട് പേരുടെ ശ്രദ്ധ പിടിച്ചു പറ്റുന്ന എനർജിയിലേക്ക് നിങ്ങൾക്ക് ഇന്ന് നീങ്ങാൻ സാധിക്കുന്നുണ്ട് എന്ന് കാണുന്നുണ്ട്. ഇതൊരു ദൈവികമായ എനർജി തന്നെയാണ്, ദൈവാനുഗ്രഹത്തോട് കൂടിയ എനർജിയാണ് നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടില്ല, ഇതോടെ നിങ്ങൾക്ക് ചക്രാസ് ആക്റ്റീവ് ആകുന്നുണ്ടാവാം, ഉയർച്ചയിലേക്ക് വരുന്ന എനർജിയാണ്. മറ്റ് പല സാഹചര്യങ്ങളിലും സാഹചര്യങ്ങളിൽ നിന്നും ഇവിടെ നിന്നും കണ്ടില്ലേ, 7 ഓഫ് വാൻസിന്റെ എനർജി, ഇവിടെ നിന്നും പല പ്രശ്നങ്ങൾ ഉള്ളയിടത്ത് നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്ന, നിങ്ങൾക്കൊരു സമൃദ്ധി ിലേക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ അതുപോലെ 3 ഓഫ് കോയിൻസിന്റെ എനർജിയാണ്. അതായത് നിങ്ങൾ ആരെങ്കിലും ഒക്കെ ചേർന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചിലപ്പോൾ മണി കൂടുതലായിട്ട് ഏൺ ചെയ്യാനുള്ള ശ്രമം നടത്തുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്കൊരു വിജയം ഉണ്ടാകുന്നു എന്നുള്ളതാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു സക്സസിലേക്ക് വരാൻ സാധിക്കുന്നുണ്ട്. പെന്റക്കിൾ എർത്ത് സൈൻ, ടോറസ്, വെർഗോ, കാപ്രിക്കോൺ എനർജിയുടെ കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി, വാൺസ് ഫയർ സൈൻ, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അടുത്തതായിട്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമുക്ക് 2 കാർഡ്സ് വന്നിട്ടുണ്ട്. ഇത് എംപറർ വന്നിട്ടുണ്ട്, കണ്ടില്ലേ, ഇവിടെ എംപ്രസ് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ എംപറർ വന്നിട്ടുണ്ട്. അപ്പോൾ ഡിവൈൻ മസ്കുലൈൻ എനർജി, ഡിവൈൻ ഫെമിനിൻ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ തീർച്ചയായിട്ടും ദൈവികമായ അനുഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളത് കാണുന്നുണ്ട്. ഇവിടെ 8 ഓഫ് കോയിൻസിന്റെ എനർജിയാണ് വന്നിരിക്കുന്നത്. സാമ്പത്തികപരമായിട്ട് നിങ്ങൾ ഒരുപാട് മോശപ്പെട്ട അവസ്ഥയിലാണെങ്കിൽ നിങ്ങൾക്കത് വളരെയധികം ശ്രദ്ധയോടും ഉത്സാഹത്തോടും കൂടി കൂടുതലായിട്ട് ഏൺ ചെയ്യാൻ സാധിക്കുന്നു. ഈ ഒരു 3 ഓഫ് കോയിൻസിന്റെ എനർജിയിൽ നിന്ന് നിങ്ങൾക്ക് 8 ഓഫ് കോയിൻസിന്റെ എനർജിയിലേക്ക് വരാൻ സാധിക്കുന്നു. ഇതിന് നിങ്ങൾ ഇവിടെ പരിശ്രമിക്കുന്നു, ഇവിടെ നിങ്ങൾ ഉത്സാഹപൂർവ്വം നേടിയെടുക്കുന്നു. മനസ്സിലായി? ഇവിടെ നിങ്ങൾ ഉത്സാഹപൂർവ്വം നേടിയെടുക്കുകയാണ് ചെയ്യുന്നത്. എന്ത് വന്നാലും വേണ്ടില്ല, എനിക്കിത് നേടണം. അതുകൊണ്ട് മുന്നോട്ട് കുതിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിലേക്ക് മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് അത് നേടിയെടുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിലപ്പോൾ നൈറ്റ് ഡ്യൂട്ടി ചെയ്യണം, അവിടെ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എനിക്ക് സാമ്പത്തികം ലഭിക്കുമല്ലോ എന്നൊക്കെ ഉള്ള ചിന്ത കൊണ്ട് നൈറ്റ് ഡ്യൂട്ടിയും ചെയ്യാനുള്ള ആ ഒരു ശ്രമത്തിൽ നിങ്ങൾ വിജയിച്ചിരിക്കുന്നു, അല്ലെങ്കിൽ ശ്രമത്തിൽ മുന്നോട്ട് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ കണ്ടില്ല, ഇവിടെ എംപറർ എന്ന് പറയുമ്പോൾ സ്ഥിരമായിട്ട് ജോലി ലഭിക്കാനുള്ള എനർജിയാണ്. നിങ്ങൾക്ക് ഇവിടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി വരുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ ഈ ഒരു സ്റ്റെബിലിറ്റി നമ്പർ 4 ആണ് വന്നിരിക്കുന്നത്, എംപറസിന്റെ നമ്പർ 3 ആണ്. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി ലഭിക്കാൻ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് നോളജുള്ള വ്യക്തികളാവാം, ചിലപ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യനിഷ്ഠയോടുകൂടി മുന്നോട്ട് ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന ആൾക്കാരാവാം. ഇവിടെ സക്സസിലേക്ക് പോകുന്ന എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ ചിലപ്പോൾ PSCയുടെ ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ട് ഒരു ഗവൺമെന്റ് ജോബ് നോക്കിയിരിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത വരാൻ പോകുന്നു എന്നുള്ളത് ഇവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ പല കാര്യങ്ങളിലും സ്ഥിരതയോടുകൂടി നിലനിൽക്കാൻ ഒക്കെ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. മറ്റുള്ളവർക്കൊരു ഗൈഡൻസ് കൊടുക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്നു. കാരണം അതുപോലെ തന്നെ നോളജ് ഉള്ള ആൾക്കാരാണ് നിങ്ങളെന്ന് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതൊരു ഡിവൈൻ എനർജി തന്നെയാണ്. ഇവിടെ എംപ്രസിന്റെ എനർജി ഡിവൈൻ എനർജി തന്നെയാണ്. ഇവിടെ നമുക്ക് ടെമ്പറൻസ് ആണ് നമുക്ക് വന്നിരിക്കുന്നത്. ടെമ്പറൻസ് എന്ന് പറയുമ്പോൾ കണ്ടില്ലേ, നിങ്ങൾക്ക് ഇവിടെ കോംപ്രമൈസ് ചെയ്തു പോകാൻ സാധിക്കുന്നു. അതുപോലെ തന്നെ ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കുന്നു. എന്ത് പ്രശ്നങ്ങളുണ്ടോ ഇവിടെ ബാലൻസ് ചെയ്ത് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് പ്രധാനമായിട്ടും നമുക്ക് ഇവിടെ വന്നിരിക്കുന്ന ഈ ഒരു എനർജി എന്ന് പറയുന്നത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ എംപ്രസും എംപററും എല്ലാം നിങ്ങൾക്ക് അനുകൂലമായ ചില സാഹചര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് വന്നിരിക്കുന്നത്. ഈ എനർജി അല്ല ഇവിടെ വന്നിരിക്കുന്നത്. ഇന്നത്തെ ഈ എനർജി മുഴുവനും നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുമെന്നുള്ളതാണ്. അത് സാമ്പത്തിക കാര്യങ്ങളിലായാലും അതുപോലെ തന്നെ മറ്റ് സ്നേഹത്തിന്റെ കാര്യത്തിലായാലും പ്രണയത്തിന്റെ കാര്യത്തിലായാലും അറിവിന്റെ കാര്യത്തിലായാലും നിങ്ങൾക്കിവിടെ ബാലൻസ് ചെയ്തു പോകാൻ സാധിക്കുന്നു.
ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കിവിടെ വലിയ വലിയ വിഷമങ്ങളും പ്രശ്നങ്ങളും മാനസിക സമ്മർദ്ദങ്ങളും ഒക്കെ ഒഴിവാക്കി മുന്നോട്ട് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെ 4 ഓഫ് വാൺസിന്റെ എനർജിയാണ്. ഈ 4 ഓഫ് വാൺസ് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒത്തിരി സന്തോഷിക്കാനുള്ള എനർജിയാണ്. ലൈഫിൽ നിന്ന് എൻജോയ് ചെയ്യാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ജീവിതത്തിൽ പ്രൊമോഷൻ കിട്ടാം, ജോലിക്കാര്യങ്ങളിൽ പ്രൊമോഷൻ കിട്ടാൻ, വിവാഹം നടക്കാതിരിക്കുന്നവരുടെ വിവാഹം നടക്കാം, കുട്ടികളുമായി ഒത്തുചേർന്ന് സന്തോഷകരമായ ഒരു ലൈഫിലേക്ക് പോകാൻ സാധിക്കുന്നു. ഏത് കാര്യത്തിലായാലും ഇവിടെ നിങ്ങൾ എന്താണ് സ്റ്റേബിളോടുകൂടി നിങ്ങൾക്ക് അതിനെ സ്ഥായിയായി നിലനിർത്താൻ കഴിയുന്ന ഒരു സ്നേഹത്തിലേക്ക് കടക്കാൻ സാധിക്കുന്നു. ഇവിടെ നിങ്ങൾക്ക് ഇന്ന് 1111 നമ്പർ വന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഈ 1111 നമ്പർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരുന്നതാണ്. ഇവിടെ എംപററുടെ എനർജിയും നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി തരുന്നതാണ്. അപ്പോൾ ഒരുപാട് പേർക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സാധ്യമാകുമെന്ന് തന്നെയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. ഇവിടെയും ജോബാവാം, എന്തെങ്കിലും തരത്തിലുള്ള ജോബിന് വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് അത് ലഭിക്കാനും അതിലൂടെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാനും ജീവിതത്തെ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ സാധിക്കുന്നു. ഇനി കണ്ടുമുട്ടാതിരുന്ന വ്യക്തികൾ, നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുള്ള വ്യക്തികൾ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സാധ്യത, കുട്ടികളുമായി നല്ല ഒരു ജീവിതത്തിലേക്ക്, നല്ല സന്തോഷത്തിലേക്ക് പോകാനും ഉല്ലാസ യാത്ര നടത്താനുമുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ചിലപ്പോൾ പുതിയ വീട്ടിലേക്ക് മാറാനുള്ളത്, വീടിന്റെ പാലുകാച്ചലൊക്കെ നടത്തിയിട്ട് പുതിയ വീട്ടിലേക്ക് താമസം മാറാനുള്ള എനർജി ആവാം. ഇതൊക്കെ നിങ്ങൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, അതിനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ, ഏതൊരു കാര്യവും നിങ്ങൾ വിചാരിക്കും എല്ലാം ഇവിടെ നല്ല കാര്യങ്ങൾ പോസിറ്റീവായിട്ടാണ് പറയുന്നത്. പക്ഷെ അതൊന്നും സാധിക്കുന്നില്ലല്ലോ എന്ന് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തുകൊണ്ടാണ് അത് അങ്ങനെ നിങ്ങൾ പറയുന്നത് എന്ന് ആലോചിക്കണം. മനസ്സിലായി? നിങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കണം. തീർച്ചയായിട്ടും നമ്മളിവിടെ ഒരു റീഡിങ് വന്നതിലൂടെ കുറെ കാര്യങ്ങൾ വരുന്നു. വളരെയധികം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് വരുന്നത്. അത് നമ്മൾ പറയുമ്പോൾ ഇതിന് നിങ്ങൾക്കൊരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ, നിങ്ങൾ ഇതിനായിട്ട് പരിശ്രമിക്കുന്നുണ്ടോ, ഇവിടെ നിങ്ങൾക്ക് വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജി വന്നു ചേരും. അതാണ് വിചാരിക്കേണ്ടത്. ഇവിടെയാണ് നിങ്ങൾക്കൊരു സക്സസ് വരുന്നത്. നിങ്ങൾ ഇതിനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ടോ? നിങ്ങൾ ചിലപ്പോൾ വീടിന് വേണ്ടി നോക്കിയിരിക്കുന്നവരായിരിക്കാം, ചിലപ്പോൾ അതിനുള്ള സമയമാണെങ്കിൽ തീർച്ചയായിട്ടും അപ്പോൾ ഈ ഒരു എനർജി നിങ്ങൾക്ക് മാച്ചാവും. ചിലപ്പോൾ കുട്ടികൾക്ക് വേണ്ടി നോക്കിയിരിക്കുന്നവർക്ക്, അല്ലെങ്കിൽ ജീവിതം ഏതെങ്കിലും തരത്തിൽ ഒന്ന് സെലിബ്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എൻജോയ് ചെയ്യണം, അതിനുള്ള സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നുണ്ടാവണം. കുട്ടികളൊക്കെ എക്സാമിനേഷൻ പാസ്സാവുന്ന, അല്ലെങ്കിൽ പുതിയ ചില കോഴ്സുകളിലേക്ക് പോകാം, അതുപോലെ തന്നെ ഏതെങ്കിലും ഇന്റർവ്യൂസിൽ പങ്കെടുത്തിട്ട് അതിലൊരു സക്സസ് നേടാം. അങ്ങനെയൊക്കെയുള്ള ചില സാഹചര്യങ്ങൾ, സന്തോഷിക്കാനുള്ള ചില സാഹചര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സാഹചര്യം എങ്ങനെയാണോ അതുമായിട്ട് മാച്ചായിട്ട് എടുക്കണം. നിങ്ങൾ അതിന് പരിശ്രമിക്കുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് അത് വന്നു ചേരും. ദൈവികമായ ഒരു എനർജി, ആ ഒരു പോസിറ്റീവ് എനർജി നിങ്ങൾക്ക് നിലനിർത്താൻ സാധിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ ഇങ്ങനെ പറയുന്നത്. മനസ്സിലായി? ഇവിടെ വന്നിരിക്കുന്ന കാർഡ്സ് ഒക്കെ നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ആവുന്നതാണെങ്കിൽ എടുക്കുക. നമുക്ക് നിങ്ങളുടെ ഫോർച്യൂൺ കാർഡ്സ് കൂടെ ഒന്ന് നോക്കാവേ. ഇവിടെ നമുക്ക് ബോട്ടം വന്നിരിക്കുന്ന ജസ്റ്റിസ് ആണ്. സോറി, ബോട്ടം വന്നിരിക്കുന്ന കാർഡ് പറഞ്ഞില്ല. അപ്പൊ ഇവിടെ നമുക്കിവിടെ ബോട്ടം വന്നിരിക്കുന്ന ഈ മാസ്റ്റർ കാർഡായിട്ട് വന്നിരിക്കുന്ന ജസ്റ്റിസ് ആണ്. ജസ്റ്റിസിന്റെ നമ്പർ നോക്കൂ, 11 ആണ്. കണ്ടില്ലേ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് 11 ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ഇത് നിങ്ങൾക്ക് ദൈവികമായ അനുഗ്രഹത്തെ തരുന്ന ഒന്നാണ്. 11 കാണുന്നവർ ഒരുപാട് പേരുണ്ടായിരിക്കും. ആത്മീയപരമായ പാതയിലൂടെ മുന്നോട്ട് പോകുന്ന ആൾക്കാരുടെ എനർജി തന്നെയാണ് ഇത്. മനസ്സിലായോ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന കാര്യങ്ങളിൽ ഒരു ജസ്റ്റിസ് ലഭിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ന്യായം, ഒരു നീതി നിങ്ങളുടെ ജീവിതത്തിൽ ലഭിക്കാൻ പോകുന്നു. നിങ്ങൾ അത് അന്യായമായിട്ടല്ല പെരുമാറിയിട്ടുള്ളത്. നിങ്ങൾക്ക് കളങ്കമില്ലാതെ നിങ്ങൾ അതിനു വേണ്ടി മുന്നോട്ട് പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കണം. ഇവിടെയാണ് ദൈവികമായ അനുഗ്രഹം നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നുണ്ട്. അതുപോലെ 6 ഓഫ് വാൺസിന്റെ എല്ലാ കാര്യങ്ങളിലും നിങ്ങൾക്കൊരു സക്സസ് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ ഇവിടെയും കാണുന്നത്. ഫോർച്യൂൺ കാർഡ്സ് കൂടി എടുക്കാവേ. അത് നമുക്ക് വന്നിരിക്കുന്നത് ടു മച്ച് കൺസേൺ വിത്ത് സെക്ഷൽ മാറ്റേഴ്സ്. സെക്സ് പരമായ കാര്യങ്ങളിൽ കുറെ ഒന്ന് പരിഗണന വേണം എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്.
ഫിംഗറാണ് വാണിംഗ് യു ഓഫ് എ പ്രോബ്ലം എയ്തർ നൗ ഓർ ഇൻ ദ നിയർ ഫ്യൂച്ചർ. ഇവിടെ നിങ്ങൾക്ക് എന്തോ പ്രോബ്ലം വരാൻ പോകുന്നുണ്ട്, അതിനൊരു വാണിംഗും വരാൻ പോകുന്നുണ്ട്. ഒന്നിൽ അത് ഇപ്പോഴത്തെ ആവാം, അതുമല്ല എങ്കിൽ നിയർ ഫ്യൂച്ചറിൽ സംഭവിക്കാനുള്ളതും ആവാം. സൺ കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ ഹാപ്പിനെസ് ആൻഡ് വെൽബീയിങ് കണ്ടില്ലേ, ഒത്തിരി സന്തോഷത്തിലേക്ക് പോകാനുള്ള എനർജിയാണ് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇന്ന് വന്നിരിക്കുന്നത് ഇവിടെ 3 ഓഫ് കപ്സിന്റെ എനർജി അല്ലേ, ലാസ്റ്റ് വന്നിരിക്കുന്നത് 4 ഓഫ് വാൻസിന്റെ എനർജിയാണ്. ജസ്റ്റിസ് വന്നിട്ടുണ്ട്, ബോട്ട. അപ്പൊ ഇതെല്ലാം നിങ്ങൾക്ക് സന്തോഷത്തെ തരുന്ന എനർജി തന്നെയാണ്. എംപ്രസിന്റെ എനർജി അതുപോലെ തന്നെ സമൃദ്ധി ഐശ്വര്യം തരും. ഇവിടെ നിങ്ങൾക്ക് ഹാപ്പിനെസ് ആൻഡ് വെൽബീയിങ്, സന്തോഷത്തിലിരിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുന്ന ഒരുപാട് ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ ബോട്ടം വന്നിരിക്കുന്നത് നെക്സ്റ്റ് ആണ്. ഇമോഷണലി സെക്യൂർ ലവിങ് ഫാമിലി ഈസ് ഇമ്പോർട്ടൻറ്റ് ടു യു. നിങ്ങൾക്കൊരു ലവിങ് ഫാമിലി എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൂടി വിചാരിക്കണം. മനസ്സിലായി? നിങ്ങൾ വിചാരിച്ചാൽ മാത്രം മതി. നിങ്ങൾ വിചാരിച്ചാൽ നടക്കാത്തതായിട്ട് ഒരു കാര്യങ്ങളുമില്ല. മനസ്സിലായോ? നിങ്ങളെപ്പോലെ കഴിവുള്ളവർ മറ്റ് ഒരു വ്യക്തിയുമില്ല. നിങ്ങൾ നല്ല കഴിവുള്ളവരാണ്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളെയും നിങ്ങൾക്ക് മറികടന്ന് ഇത്രത്തോളം വരാമെങ്കിൽ ഇനിയും പ്രശ്നങ്ങളെയൊക്കെ മറികടന്ന് മുന്നോട്ട് വന്ന് ജീവിതത്തിൽ ഒരു സക്സസ് നേടാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും. അത് ഉറപ്പാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ, ഉപേക്ഷ വിചാരിക്കല്ലേ. പേഴ്സണലി റീഡിങ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.